ബന്ദികളുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമാക്കി ഹമാസ്. ഈജിപ്ത് അത്യാധുനിക ഉപകരണങ്ങളും ദൗത്യ സംഘത്തെയും കൈമാറി. 48 മണിക്കൂറിനുള്ളിൽ എല്ലാ മൃതദേഹങ്ങളും കൈമാറണമെന്ന് ട്രംപ് ശനിയാഴ്ച ഭീഷണി മുഴക്കിയിരുന്നു. ഇനി 13 മൃതദേഹങ്ങളാണ് ഹമാസ് ഇസ്രയേലിന് വിട്ടു നൽകാനുള്ളത്. അജയ് സുധാ ബിജു നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജയ്, നമുക്കറിയാം ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വ്യവസ്ഥയാണിത്. ഈ ബന്ദി കൈമാറ്റം മരിച്ചുപോയ ബന്ദികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ കൈമാറുക എന്നുള്ളത്. പക്ഷെ അതിലിപ്പോൾ 13 മൃതദേഹങ്ങൾ കൂടി ഹമാസിന് കൈമാറാനുണ്ട്. ഈ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ നടത്തുക എന്നത് പറയുന്നത് സങ്കീർണമാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ ഒരു ഗാസയിലുള്ള സ്ഥിതിഗതികൾ അത് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ കണ്ട് നമുക്ക് തന്നെ സുപരിചിതമാണ്. അവിടെയുള്ള കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ടും നശിക്കുകയും അവിടെ ഒരു വാസയോഗ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ നടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള തിരച്ചിലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹമാസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസ് ഇത്തരമൊരു വെല്ലുവിളി തങ്ങൾ നേരിടുന്നതായിട്ട് ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഈ തെരച്ചിൽ നടത്താൻ വേണ്ടി അത്യാധുനിക സൗകര്യമുള്ള ഉപകരണങ്ങൾ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് തെരച്ചിൽ നടത്താൻ വേണ്ടി മാത്രമല്ല, ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാറ്റി പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അവിടെ പഴയതുപോലെ വാസയോഗ്യമാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വീണ്ടും ഒരു പുനർനിർമ്മാണം, ഗാസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ ഹമാസും അതുപോലെ തന്നെ പലസ്തീൻ്റെ മറ്റ് അധികൃതർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേൽ ഇത് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിന് വലിയൊരു ഉപരോധമാണ് ഏർപ്പെടുത്തിയത്. ഇത്തരത്തിൽ ഉപകരണങ്ങൾ നൽകാൻ സാധിക്കില്ല എന്നൊരു നിലപാട് ഇസ്രായേൽ എടുത്തിരുന്നു. അതിനവർ കാരണമായിട്ട് പറയുന്നത് ഇത്തരം അത്യാധുനിക ഉപകരണങ്ങൾ അത് ഹമാസ് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു വാദമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത്തരം ഉപകരണങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം അത് ഹമാസ് നേരിടുന്നുമുണ്ട്. അതാണ് അവർ എടുത്തു പറഞ്ഞത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നിലവിൽ 15 മൃതദേഹങ്ങൾ മാത്രമേ ഹമാസിന് ഇസ്രായേലിന് മടക്കി നൽകാൻ സാധിച്ചുള്ളൂ. ഇതിൽ പല മൃതദേഹങ്ങളും ഈ ബന്ദികളുടേതല്ല, മറ്റ് ആളുകളുടെ മൃതദേഹങ്ങളാണ് മാറി ഹമാസ് കൈമാറിയത് എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രകോപനത്തിന് ഉൾപ്പെടെ വഴിവെച്ചിരുന്നു. ഇനിയും 13 പേരുടെ മൃതദേഹങ്ങൾ ഹമാസ് മടക്കി നൽകാനുണ്ട് എന്നാണ് വിവരം. അപ്പോൾ ഈ മൃതദേഹങ്ങൾക്കായി തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഈ ഈജിപ്തിൽ നിന്ന് ഉപകരണങ്ങൾ ഈ ഹമാസ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ ആദ്യം മുതലേ പറയുന്നുവെങ്കിലും ഇപ്പോഴാണ് ഈ ഈജിപ്തിൽ നിന്ന് ഈ പുതിയ ഉപകരണങ്ങൾ, അത്യാധുനിക ഉപകരണങ്ങൾ തെരച്ചിൽ നടത്താൻ വേണ്ടി ഗാസയിലേക്ക് അയച്ചത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖാൻ യൂണിസിലാണ് തെരച്ചിൽ ഇപ്പോൾ നിലവിൽ നടക്കുന്നതെന്നാണ് വിവരം. ഇതിനെ തുടർന്ന് മറ്റ് സ്ഥലങ്ങളിലും, ഈ ബന്ദികളെ പാർപ്പിച്ചിരുന്ന മറ്റ് സ്ഥലങ്ങളിലും വ്യാപക തെരച്ചിൽ നടത്തും. അതിനുശേഷം എത്രയും വേഗം തന്നെ ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുത്ത് അത് ഇസ്രായേലിന് കൈമാറാൻ തന്നെയാണ് ഹമാസിന്റെ നീക്കം. ഇസ്രായേൽ ഇതുവരെ 195 പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് കൈമാറിയിട്ടുള്ളത്. ഇതിൽ പലതും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ ഗാസയിൽ ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെ തകർന്ന സാഹചര്യത്തിൽ DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്താൻ സാധിക്കാത്ത ഒരു പ്രശ്നം നേരിടുന്നതായി അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രത്യേക ഇവരുടെ ഐഡന്റിറ്റി കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് ആരാണ് മരിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇസ്രായേൽ കൈമാറണം എന്നിവർ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് ഇസ്രായേൽ തയ്യാറായില്ല. അപ്പോൾ ഈ മരിച്ച ആളുകൾ ആരൊക്കെയാണ് എന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ പലസ്തീനിൽ അവർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ ഒന്നിച്ച് സംസ്കരിക്കുന്ന ഒരു കാര്യങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ സ്വീകരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ബന്ദി കൈമാറ്റം ഹമാസ് പൂർണ്ണമാക്കി കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഭൂരിഭാഗം ആളുകളെയും തിരിച്ചയച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 2ാം ഘട്ട ചർച്ചകൾ തുടങ്ങാനിരിക്കെയാണ് ഇനി ബന്ദി കൈമാറ്റം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് ഈ ഹമാസ് തെരച്ചിൽ ഉൾപ്പെടെ വ്യാപകമാക്കിയിരിക്കുന്നത്. അജയ് സുധാ ബിജു ആണ് സമഗ്രമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.